പ്ലാനിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എങ്ങനെയെങ്കിലും അവിടെ എത്തണം. ഇത് വിഷ്ണു തിലക്. ആഫ്റ്റർ സ്റ്റഡി അബ്രോഡ് മുഖാന്തരം ജനുവരി 2024 ഇൻടേക്കിലേക്ക് അയർലൻഡിലേക്ക് പോകുന്ന സ്റ്റുഡന്റ് ആണ്. ഹായ് വിഷ്ണു, എങ്ങനെയായിരുന്നു ത്രൂ ട്രാവലും ലൈക്ക് എങ്ങനെയായിരുന്നു ജേർണി അഫ്രഷ് വഴിയുള്ള? എങ്ങനെയാണ് ഞങ്ങളെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയായിരുന്നു ഓവറോൾ ജേർണി? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ആക്ച്വലി ഞാൻ ഇൻസ്റ്റയുടെ ആഡ് കണ്ടിട്ടാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. 2021 വിളിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഞങ്ങള് കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു. ഇവിടെ തന്നെ UK എയർലൈൻസിന്റെ തന്നെ കണ്ടത്. അപ്പൊ ആ ടൈം തൊട്ട് തന്നെ എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ബാങ്കിന്റെ ലോണിന്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ കാരണം ഇത്രയും ലേറ്റ് ആയത്. ഏകദേശം ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഫുള്ളും ഫ്രഷിന്റെ സ്റ്റാഫാണ് ഫുള്ളും. പിന്നെ ഡോക്യുമെന്റേഷൻ കാര്യത്തിലായാലും എല്ലാ പേപ്പർ വർക്ക് ആയാലും നല്ല നീറ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി BFSന്റെ അവരുടെ ഡേറ്റും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അവരുടെ ഇതിന് വേണ്ടി ഡിസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അയർലൻഡിലെ ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഞാൻ ഡബ്ലിൻ ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഏത് കോഴ്സാണ്? MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് അനാലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ്. ഓക്കെ. സോ ഇതുവരെയുള്ള ഒരു ജേർണിയിൽ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ നോക്കുന്നത്. കൂടുതലും ഇവിടത്തെ മറ്റേ VFSനുള്ള ഡോക്യുമെന്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കൂടുതലും ആവശ്യം വന്നിട്ടുള്ളത്. അപ്പൊ അത് ആണ് ബുദ്ധിമുട്ട്. നമുക്ക് അതിന് വേണ്ടി പിന്നാലെ കുറെ ടൈം പോയി. അപ്പോൾ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്തു. ഇത് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. ഫ്രഷിന്റെ സ്റ്റാഫ് എന്നെ കൊണ്ട് മാക്സിമം അവര് നമ്മളെന്താ പറയാ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പേപ്പർ വർക്കിന്റെ വേണ്ടിയിട്ടായാലും ഞാൻ കുറെ ഡൗട്ട്സ് ഒക്കെ നന്നായി ക്ലിയർ ചെയ്ത് എപ്പോൾ ഫോൺ വിളിച്ചാലും അറ്റൻഡ് ചെയ്യും. പിന്നെ ഓക്കെ, ഒരുപാട് കൺട്രി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം അയർലൻഡിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് എത്തിപ്പെടാനുണ്ടായിരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഞാന് കൂടുതലും യൂറോപ്യൻ കൺട്രിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാവരും UK കാനഡയൊക്കെ പോണ കാരണം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഒന്ന് ഫ്രാൻസ് ആയിരുന്നു. പിന്നെ അയർലൻഡും കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസിന് കുറച്ചും കൂടി ലാംഗ്വേജ് ഇഷ്യൂ ഉള്ള കാരണം ഞാൻ കൂടുതലും പ്രിഫർ അയർലൻഡിലേക്ക് മാറിയില്ല. സോ ഇനി അയർലൻഡിലേക്ക് എത്തിപ്പെട്ട ശേഷമുള്ള ഭാവി പരിപാടികളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെങ്കിലും അവിടെ എത്തണം. പിന്നെ അവിടത്തെ ഞാനിപ്പോ ഓൾറെഡി 2 വയസ്സ് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ആ കോഴ്സിന്റെ ആയിട്ടുള്ള ജോബ് കിട്ടുകയാണെങ്കിൽ അതിന് കയറും. അല്ലെങ്കിൽ ഈ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജോബ് കിട്ടിയിട്ട് PR എന്നുള്ള രീതിയിലാണ് വെയിറ്റിംഗ്. പിന്നെ ഉള്ളത് ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ചേട്ടൻ ഓൾറെഡി സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ കമ്പനിയിൽ കുറച്ച് സ്റ്റാഫുള്ളൂ. അപ്പോൾ ആള് കുറച്ചും കൂടി ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പൊസിഷനിലുണ്ട്. അപ്പോൾ എന്നോടൊന്ന് അഡ്വൈസ് ചെയ്യുക. ആ കോഴ്സ് എടുക്കാൻ കാരണം അതാ. ആളിങ്ങനെ അഡ്വൈസ് ചെയ്തു, ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വരണം, നോക്ക് നമുക്ക് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ. ആള് സ്കോട്ട്ലൻഡാണ് കമ്പനി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴ്സും സ്ഥലം ആള് അവിടേക്ക് തന്നെ പറഞ്ഞത്, UK. അപ്പൊ ഞാൻ കുറച്ചുകൂടി മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അയർലൻഡ് ചൂസ് ചെയ്തത്. ഇപ്പം ഇന്ത്യൻ എഡ്യൂക്കേഷൻ എടുക്കുക, ഇപ്പൊ സ്റ്റഡി അബ്രോഡിലേക്ക് പോകണം എന്ന് ചിന്തിക്കാനുണ്ടായിരുന്ന അതിന്റെ പിന്നിലത്തെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടില് സംസാരിച്ചു തുടങ്ങി. ഞാൻ 2018 17 പാസ് ഔട്ട്, 18 കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അന്ന് തൊട്ട് ഇങ്ങനെ PG, അന്ന് കാനഡ ആയിരുന്നു, എല്ലാവരും കാനഡ പോകുന്ന രീതിയിലായിരുന്നു. ഫ്രണ്ട്സൊക്കെ പോയിരുന്നു. അപ്പൊ അവരെ പിന്നാലെ അന്ന് ഫിനാൻഷ്യൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിൽ തന്നെ ഒരു ഇതിൽ തന്നെ PG ചെയ്തു, കംപ്ലീറ്റ് ആയി. പിന്നെ വർക്ക് കയറിയപ്പോ വർക്ക് കയറിയിട്ട് അവിടെ നിന്നുള്ളവരും ഇതേപോലെ 1 year എക്സ്പീരിയൻസ് കിട്ടുക, ഇതേപോലെ യൂറോപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി, ജർമ്മനിയാണ് കൂടുതൽ പോണത്. അപ്പോഴാണ്
ഇങ്ങനെ ഒരു മൈൻഡിൽ വന്നത്, എന്തുകൊണ്ട് നമുക്കും പോയിക്കൂടാ. അപ്പൊ ഞാൻ പിന്നെ റിസർച്ച് ചെയ്ത് തുടങ്ങി ഓരോ ഏജൻസി ഇങ്ങനെ. അപ്പൊ അങ്ങനെ ഇൻസ്റ്റയിൽ ഒരു ആഡ് കണ്ടു. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി ഏജൻസി. അവർ നല്ല രീതിയിൽ എനിക്ക് തുടക്കം തൊട്ടേ സപ്പോർട്ട് ചെയ്ത് തന്നു. യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആയി. പക്ഷെ നമുക്ക് ഇംഗ്ലീഷിനൊരു റിക്വയർമെന്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ IELTS പകരം ഡുവോലിംഗോ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ചെയ്യുന്നത്. അപ്പൊ അന്ന് സ്കോർ കുറവായിരുന്നു. പിന്നെ അത് കാരണം എനിക്ക് സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാൻ പറ്റിയില്ല. ആ സ്കോറ് അവർ പറഞ്ഞു രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് കാരണം എനിക്ക് ടൈം കുറച്ച് ലാഗായി. പിന്നെ രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ആ സ്കോറ് ഒരു ഓവറോൾ സ്കോർ മാത്രം നോക്കിയത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് രണ്ടാമത് സെറ്റായത്. പിന്നെ അപ്പോഴേക്കും ബാങ്ക് ലോണിന്റെ ഞാൻ ആക്ച്വലി ഇത് വിട്ടതായിരുന്നു. ബാങ്ക് ലോണിന്റെ ഒരു ഇഷ്യൂ ഉള്ള പേപ്പറിന്റെ ഇഷ്യൂ ആയിരുന്നു. അവര് ചാൻസ് പറഞ്ഞു 50 ചാൻസ് ഉണ്ടാവുള്ളൂ SBI ആയിരുന്നു ബാങ്ക്. അപ്പൊ മാനേജർ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പൊ ആള് അപ്രതീക്ഷിതമായിട്ട് വിളിച്ചു. ഞാൻ ഇവിടുത്തെ ഓഫർ ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എയർലൈനിന്റെ. ഏകദേശം ഒരു 80% നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ബാക്കിയെല്ലാം ഫാസ്റ്റ് ആക്കി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അഫ്രിഷിൽ ഏത് കൗൺസിലറാണ് ത്രൂ ഔട്ട് ദി പ്രോസസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്തത്? അങ്ങനെ ഒരാൾ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓവറോൾ ടീം എങ്ങനെയായിരുന്നു? ഓവറോൾ ടീം എനിക്ക് തോന്നുന്നു എല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. എനിക്ക് എല്ലാവരും പേര് അങ്ങനെ ഓർമ്മ കിട്ടിയില്ല. കാരണം വെച്ചാല് ഓരോ വശത്തിനും ഓരോരുത്തരാണ് വിളിക്കുക. അപ്പൊ ഏറ്റവും ഇപ്പോൾ ലാസ്റ്റ് ചന്ദ്രലേഖ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ റോഷ്ന ആണ് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഡോക്യുമെന്റേഷൻ സെക്ഷൻ എത്തിയപ്പോഴാണ് പിന്നെ കൂടുതലും സ്റ്റാഫുകൾ വിളിച്ച് എല്ലാം ക്ലിയർ ആയിട്ട് കഴിഞ്ഞത്. പൊതുവേ ഇപ്പോ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യം സംസാരിക്കുമ്പോൾ നമുക്കൊരു കൺട്രി ചൂസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ കുറിച്ച് ഒത്തിരി റിസർച്ച് ഒക്കെ നടത്തും. അപ്പോ വിഷ്ണുവിന്റെ കേസിൽ ഇപ്പം അയർലൻഡിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവിടെ ചെന്നാൽ പെട്ടെന്ന് കാണണം അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും അയർലൻഡിൽ പോയി ഇന്നത് ആദ്യം പോയി വിസിറ്റ് ചെയ്യണം, ഇന്ന ഏരിയാസ് പോയെന്ന് വിസിറ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ എനിക്ക് ആ ഒരു കൺട്രീനെ കുറിച്ച് ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എന്റെ സീനിയർ സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സെയിം യൂണിവേഴ്സിറ്റിയിൽ തന്നെ സെപ്റ്റംബർ ഇൻടേക്കിൽ പോയിട്ടുണ്ട്. അപ്പൊ ആള് കുറച്ചും കൂടി പറഞ്ഞു പാർട്ട് ടൈം ജോബും പിന്നെ സ്ഥലം നമുക്ക് ഈ അധികം തണവും ചൂടും അങ്ങനെ സ്ഥലം പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞു അവിടെ ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഈ ജനുവരി ഫെബ്രുവരി ആ ടൈമിലൊക്കെയാണ് കുറച്ചും കൂടി തണുപ്പ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലാണ് ക്ലൈമറ്റ്. അപ്പൊ ആ ക്ലൈമറ്റ് വെച്ചിട്ടാണ് ഞാൻ അയർലൻഡ് ചൂസ് ചെയ്തത്. അപ്പൊ വിഷ്ണു ഇപ്പോ ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവാണ് വിസയ്ക്ക് വെക്കാനായിട്ട്. അപ്പൊ സന്തോഷമായിട്ട് പോയിട്ട് വരെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.